ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ മലബാർ സ്പെഷ്യൽ പഴം നിറച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴം നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 മീഡിയം പൈപ്പുള്ള പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പാനിലോട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് മുന്തിരിയുമാണ്. അപ്പോൾ ഞാനത് ചേർക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം അത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതിലാ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചൂടായിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതാ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തേങ്ങ ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു തേങ്ങയുടെ ഫില്ലിങ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിനുള്ളിലേക്ക് ഇത് ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് പഴം ഇതുപോലെ നമുക്ക് 2 എഡ്ജും കട്ടാവാത്ത രൂപത്തിൽ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിനുള്ളിലായിട്ട് നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിംഗ് വെക്കാൻ കഴിയുമോ, ഈ ഒരു പഴം പൊട്ടാത്ത രൂപത്തിൽ എത്രത്തോളം ഫില്ലിംഗ് വെക്കാൻ കഴിയുമോ അത്രത്തോളം ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അടിയിലേക്ക് എത്താത്ത രൂപത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഫില്ലിംഗ് ഞാൻ മൊത്തത്തിൽ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. കൈയൊന്ന് അത്ര ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഈ ഒരു പഴം ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഫില്ല് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ 4 പഴവും ഞാൻ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലോട്ട് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മുടെ ഓരോ പഴത്തിൽ നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ച ആ ഒരു ഭാഗത്ത് ഈ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫില്ലിങ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഇതുപോലെ ആ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നോമ്പുതുറയിലെ മെയിൻ ഐറ്റമാണിത്. അപ്പോൾ അതാ നമ്മുടെ എല്ലാ പഴത്തിലും ഞാൻ ആ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലോട്ട് കുറച്ചേറെ തന്നെ ഓയിലൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഓരോ പഴവും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ഭാഗം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിപ്പോൾ കണ്ടില്ലേ, പഴം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. തീ ഒരുപാട് കുറച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പഴം ഒരുപാട് വെന്തിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.